ഈ കടയിലെ ആൾക്കാരെ കണ്ടോ? ഇതേപോലെയും ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഈ കടയിൽ ഉണ്ടാവലുണ്ട്. ഇതാണ് നമ്മുടെ ദോശ ചുടുന്ന ചേട്ടൻ. ഈ ചേട്ടൻ ഒറ്റയടിക്ക് 4 ദോശകളും ചുട്ട് കളയും. ഇത് നമ്മുടെ പത്തൽ പരത്തുന്ന ചേട്ടൻ. ഈ ചേട്ടൻ്റെ ആ സ്പീഡ് കണ്ട. ഈ കടയിൽ വന്നാൽ ലൈവായിട്ട് ചിക്കൻ പൊരിക്കുന്നത്, ലൈവായിട്ട് പത്തൽ ചൂടുന്നത്, ലൈവായിട്ട് ദോശ ചൂടുന്നത് എല്ലാം നമ്മുടെ കൺമുന്നിൽ നിന്ന് തന്നെ ഇവരാക്കി തരുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ലൈവായിട്ട് ആക്കുന്നതുകൊണ്ട് നമുക്ക് ചൂടായിട്ട് കഴിക്കാൻ പറ്റും. ഈ കൊണ്ടുവരുന്നതാണ് ചിക്കൻ വറവും ബീഫ് വറവും. അതിൻ്റെ ബാക്കിലെ തന്നെ നല്ല പത്തലും ദോശയും വന്നിട്ടുണ്ട്. പത്തലിൻ്റെ കൂടെ കണ്ട പൊരിച്ച ചിക്കൻ ഇതും കൂടി ഞാൻ വാങ്ങിച്ചു. ഇനി ടേസ്റ്റിംഗ് എന്ന ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ ഒരു പത്തലെടുത്ത് ആ ബീഫ് കൂട്ടി കഴിച്ചു. ഓ, എന്തൊരു ടേസ്റ്റ്. നെക്സ്റ്റ് ആ ദോശ എടുത്ത് ആ ബീഫ് കഴിച്ചു. ആ അരവോടെ എടുത്തിട്ട് ആ കഴിക്കണം. ഓ, അതും കൊള്ളാം. അടുത്തത് പത്തലെടുത്തിട്ട് ആ ചിക്കൻ എടുത്ത് കഴിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായി ടെസ്റ്റ് ചെയ്ത് നമ്മൾ പോകും. ഇത് കഴിഞ്ഞ് ദോശ എടുത്തു, ആ ചിക്കൻ എടുത്തു, അതും കൊള്ളായിരുന്നു. ഒന്നിനൊന്ന് മെച്ചം. ഈ സംഭവം അത് വേറെ തന്നെ ഒരു സാധനമാണ്. സാലഡ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം നിൽക്കുന്നു. അപ്പോൾ ഈ പൊരിച്ച ചിക്കനും എടുത്ത് കഴിച്ചു. അടുത്തതാണ് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗ്രേവി. അപ്പം ഞാനതെടുത്തിട്ട് ആ ദോശയിൽ മുക്കി കഴിച്ചു. അതേപോലെ തന്നെ ഞാൻ ആ പത്തലിലും മുക്കി കഴിച്ചു. പക്ഷേ ദോശേനെക്കാട്ടിയും ഗ്രേവി ചേരുന്നത് പത്തലിനെയാണ്. ഈ ബീഫ് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കനും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സാലഡ് അതാ പറഞ്ഞു തരുന്നതിന് മുമ്പേ സാധനം പോയി. കുറേ കാലത്തിന് ശേഷം ഒരു ചേസ്. ഞാൻ ചായ കുടിക്കലില്ലേ, പക്ഷേ ഇങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പം ഒരു ചായ കുടിച്ചിട്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല. ഇത് എവിടെയാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിങ്കിയിൽ ബസ് സ്റ്റോപ്പ് കഴിയുമ്പോൾ ഇത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആലിങ്കിയിൽ ഓട്ടോ സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ്. അതായത് വൈകുന്നേരം തൊട്ട് രാത്രി വരെ ഈ കടയുണ്ടാവും.